കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം നമ്മുടെ കേരളത്തിൽ 10 നിരപരാധികളുടെ ജീവനെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടെന്ന് നിങ്ങൾ എത്ര മലയാളികൾക്കറിയാം? ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വാർത്ത കോൺഗ്രസിനെതിരായതുകൊണ്ട് മുഴുവൻ മാധ്യമങ്ങളും ഈ 10 മരണങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി കോൺഗ്രസിന്റെ 10ാമത്തെ ഇരയായി മാറിയിരിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമയായ സാധാരണക്കാരനായ ഒരു യുവാവാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മൊബൈൽ ഷോപ്പ് ഉടമയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ പരാതിയുമായി കുടുംബം. കോൺഗ്രസ് എന്ന പാർട്ടിയും അതിന്റെ നേതാക്കളും ഒരു വർഷത്തിനിടെ മാത്രം ചോര കുടിച്ചു കൊന്ന 10 പേരിൽ 8 പേരും അടിയുറച്ച കോൺഗ്രസ്സുകാരായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. കോൺഗ്രസ് മരണം സമ്മാനിച്ചവരുടെ ലിസ്റ്റിൽ കോൺഗ്രസിന്റെ DCC ട്രഷറർ മുതൽ പ്രാദേശിക നേതാക്കൾ വരെ ഉൾപ്പെടുന്നു. ആത്മഹത്യ ചെയ്ത കോൺഗ്രസിന്റെ വയനാട് DCC ട്രഷററായിരുന്ന NM വിജയൻ ചെയ്ത ഏക തെറ്റ് തൻ്റെ ജീവിതം കോൺഗ്രസ് എന്ന പാർട്ടിക്കായി സമർപ്പിച്ചു എന്നത് മാത്രമാണ്. അതിന് സ്വന്തം ജീവനൊപ്പം മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന സ്വന്തം മകൻ ജിജേഷിന്റെ ജീവൻ കൂടി പകരം കൊടുക്കേണ്ടി വന്നു ആ പാവത്തിന്. തൻ്റെയും മകന്റെയും ആത്മഹത്യക്ക് കാരണം IC ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് MLAയും കൂട്ടരുമാണെന്ന് കുറിപ്പെഴുതി വച്ചിട്ടാണ് ആ പാവം ജീവനൊടുക്കിയത്. എന്നിട്ട് ഇപ്പോഴും IC ബാലകൃഷ്ണനെ കോൺഗ്രസ് നേതൃത്വം സ്വന്തം നേതാവായി ആഘോഷത്തോടെ കൊണ്ടു നടക്കുന്നു. വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ജോസ് നെല്ലേടം ജീവനൊടുക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ പറഞ്ഞു പരത്തിയ കള്ളക്കഥകളിൽ മനംനൊന്തായിരുന്നെങ്കിൽ, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മ തീ കൊളുത്തി ജീവനൊടുക്കിയത് കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിൻ ലൈംഗികമായി നിരന്തരം സമീപിച്ചതിലും ഭീഷണിപ്പെടുത്തിയതിലും മനംനൊന്തായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം വയനാട്ടിലെ മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ജോൺ കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ചതും സ്വന്തം പാർട്ടിയിലെ വഞ്ചനയിലും ചതിയിലും മനം മടുത്തായിരുന്നു. ഇതേ വയനാട്ടിലെ പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ കോൺഗ്രസ് നേതാക്കളുടെ വായ്പാ തട്ടിപ്പിനിരയായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകൻ രാജേന്ദ്രൻ നായർ ജീവനൊടുക്കുന്നത്. ഈ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ മുൻ പ്രസിഡന്റായിരുന്ന KPCC മുൻ ജനറൽ സെക്രട്ടറി KK എബ്രഹാം പിന്നീട് ജയിലിലാവുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ ഇരയായിരുന്നു മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവ് കൂടിയായ മോഹനൻ നായരും നിക്ഷേപകനും മനോരമ പ്രാദേശിക ലേഖകനും കോൺഗ്രസ് പ്രവർത്തകനുമായ ആനാട് ശശി. അടിയുറച്ച കോൺഗ്രസ്സുകാരായ ഈ 2 പേരുടെ മരണവും കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പ് ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. സമാനമായ ഒരു കോൺഗ്രസ് നേതാക്കളുടെ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ ഇരയായിരുന്നു അറക്കുളം സർവീസ് സഹകരണ ബാങ്ക് ചെയർമാനും ഇടുക്കിയിലെ കോൺഗ്രസ് നേതാവും അറക്കുളം പഞ്ചായത്ത് അംഗവുമായ ടോമി സെബാസ്റ്റ്യൻ. ഇനി ഓരോ മലയാളിയും ചിന്തിക്കുക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് 10 നിരപരാധികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഈ കൊലയാളി കോൺഗ്രസിനെ കേരളത്തിന്റെ ഭരണമേൽപ്പിച്ചാൽ എന്താകും നമ്മൾ ഓരോ മലയാളിയുടെയും അവസ്ഥ?